എനിക്കറിയാം ഈ വീഡിയോ സ്വല്പം ബുദ്ധിയുള്ളവർക്ക് മാത്രമേ മനസ്സിലാവൂ. നിങ്ങൾ നിങ്ങളുടെ കംഫർട്ടബിൾ സ്പോട്ട് അല്ലെങ്കിൽ സ്വീറ്റ് സ്പോട്ട് എവിടെയാണെന്ന് കണ്ടെത്തുക. അതിനുശേഷം മാത്രം നിങ്ങൾ നിങ്ങളുടെ ജേണി കണ്ടിന്യൂ ചെയ്യുക. എന്താണ് സ്വീറ്റ് സ്പോട്ട്? നമ്മളുടെ ഡെയിലി ലൈഫിനെയും അതുപോലെ നമ്മുടെ ഫിറ്റ്നസ് ലെവലിനെയും ഒരു തരത്തിലും ബാധിക്കാത്ത രീതിയിൽ മുമ്പോട്ട് പോകുന്നതിനെയാണ് സ്വീറ്റ് സ്പോട്ട് എന്ന് വിളിക്കുന്നത്. ഉദാഹരണത്തിന് എൻ്റെ സ്വീറ്റ് സ്പോട്ട് എന്ന് പറയുന്നത് ഈ ഒരു ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് അല്ല. ഇത് എൻ്റെ ഒരു ടെമ്പററി ലുക്ക് മാത്രമാണ്. ത്രൂ ഔട്ട് ദ ഇയർ ഞാൻ എൻ്റെ ബോഡിയെ ഇതുപോലെ ഒരിക്കലും നിലനിർത്താൻ പറ്റില്ല. കാരണം അത്രയ്ക്ക് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡയറ്റ് ആയിരിക്കണം ഞാൻ അങ്ങനെയാണെങ്കിൽ നോക്കേണ്ടത്. അതെന്റെ വർക്ക് ലൈഫിനെയും ഫാമിലി ലൈഫിനെയും നല്ല രീതിയിൽ തന്നെ ബാധിക്കും. ഞാൻ ഒരുപാട് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. ഇഷ്ടമുള്ള ഒരു ഫുഡും കഴിക്കാനും പറ്റില്ല. ഇതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് ഇന്റേണലി ഒരു പ്രഷർ ക്രിയേറ്റ് ചെയ്യും. സോ ഇത് നമ്മളുടെ ലൈഫിനെ സാരമായി തന്നെ ബാധിക്കും. എന്നാൽ എൻ്റെ സ്വീറ്റ് സ്പോട്ട് എന്ന് പറയുന്നത് ഇതാണ്, അപ്രോക്സിമേറ്റ് 17 to 18% ബോഡി ഫാറ്റ്. ഈ ഫ്രെയിമിൽ ഞാൻ ഹെൽത്തിയാണ്. അതുപോലെ എനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളെല്ലാം കഴിക്കാം. എനിക്ക് എൻ്റെ വർക്ക് ലൈഫും ഫാമിലി ലൈഫും ഈസി ആയിട്ട് എനിക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും സാധിക്കും. നിങ്ങൾ ഏതെങ്കിലും സെലിബ്രിറ്റീസിന്റെ ഫോട്ടോ കണ്ടിട്ട് അതുപോലെയാകാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചാൽ ഒരു കാര്യം നിങ്ങൾ ഓർത്തോളൂ, ദാറ്റ് ഈസ് നോട്ട് റിയൽ. അത് അവരുടെ ഒരു ഫിലിമിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഷോട്ടിന് വേണ്ടിയിട്ടോ മാത്രമുള്ള ഒരു ടെമ്പററി ലുക്ക് മാത്രമായിരിക്കും. അതുകൊണ്ട് 2025 കംഫർട്ടബിൾ സ്പോട്ട് എവിടെയാണെന്ന് കണ്ടെത്തുക. അവിടെ എത്തിയതിനു ശേഷം മാത്രം നിങ്ങൾ അടുത്ത ഗോൾ സെറ്റ് ചെയ്ത് മുമ്പോട്ട് പോവുക. ആ ഗോൾ അച്ചീവ് ചെയ്തതിനു ശേഷം നിങ്ങൾ വീണ്ടും തിരിച്ച് സ്വീറ്റ് സ്പോട്ടിലേക്ക് വരിക. അവിടെ കുറച്ച് നാൾ ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷം മാത്രം അടുത്ത ഗോൾ സെറ്റ് ചെയ്ത് മുമ്പോട്ട് പോവുക. അല്ലെങ്കിൽ 2024 2023 നിങ്ങൾ തുടങ്ങി പകുതി വെച്ച് ഇട്ടിട്ട് പോയതുപോലെ ഈ പ്രാവശ്യവും ഇട്ടിട്ട് പോകേണ്ടി വരും.